ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ അക്ഷരങ്ങളുടെ അവസാനത്തെ ഭാഗത്തിലാണ് നമ്മളുള്ളത്. നമുക്ക് പഠിക്കാനുള്ള അടുത്ത അക്ഷരം ലാമാണ്. ലാം നാവിൻ്റെ അരികി എന്ന് പറയുമ്പോൾ നമ്മളെ മുൻഭാഗം എന്താണ് അണപ്പല്ല് ഒരു 2 അണപ്പല്ലുകൾ തുടങ്ങുന്ന സ്ഥലത്ത് മുതൽ ഉള്ള അരിക് തൊട്ട് മുകളിലുള്ള മോണയുടെ ഭാഗത്ത് തട്ടിച്ചിട്ടാണ് ലാം. നമ്മൾ പറഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആർക്കും ബുദ്ധിമുട്ടുള്ള ഒരക്ഷരമല്ല, എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരക്ഷരമാണ് ലാം. ഓക്കെ, ലാം ലൈറ്റ് ലെറ്ററാണ്. ഓക്കെ, ലൈറ്റായിട്ട് ഉച്ചരിക്കുക. അടുത്ത അക്ഷരം മീം. മീം 2 ചുണ്ടിൽ നിന്നാണ് മീം ഉച്ചരിക്കുക. മീമിൻ്റെ സൗണ്ട് പുറപ്പെടുന്നത് ചുണ്ടിൽ നിന്നാണ്. 2 ചുണ്ടുകൾ തമ്മിൽ മുട്ടിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, മീമിൻ്റെ സൗണ്ട് പുറപ്പെടുന്നത്. പക്ഷേ മീമിൻ്റെ സൗണ്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് അതിന് ഉന്ന അല്ലെങ്കിൽ മണിക്കുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് മൂക്കും കൂടി, മൂക്ക് എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ പൊള്ളയായ ഭാഗം തരിമൂക്ക് എന്ന് പറയും, അതിനും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ സൗണ്ട് പുറത്തേക്ക് വരുന്നത്. മീം ബാക്കിയുള്ള അക്ഷരത്തിനും ഒന്നും ഇല്ലാത്തൊരു സ്വഭാവമാണ് മീമിനും. പിന്നെ നൂനിനുണ്ട്, മീം നൂൻ. അപ്പം മീമിന് 2 മഖ്റജ് ഉണ്ട്, 2 ചുണ്ടുകളുമാണ്. പിന്നെ സൗണ്ട് വരുന്ന സമയത്ത് മൂക്കിൽ നിന്നും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ സൗണ്ട് പുറത്തേക്ക് വരുന്നത്. അടുത്ത അക്ഷരം നൂനാണ്. നൂനിന് 2 മഖ്റജ് ഉണ്ട്, ഒന്ന് നാവിൻ്റെ തുമ്പും മറ്റൊന്ന് തരിമൂക്ക്. നാവിൻ്റെ തുമ്പ് മേലെ മുൻപല്ലിൻ്റെ ഊനിൽ മുട്ടിച്ചിട്ടാണ് നൂനിനെ നമ്മൾ ഉച്ചരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് നൂനിന് ഉന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് അത് സൗണ്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് അത് മൂക്കിനെയും കൂടെ ഉപയോഗിച്ചുകൊണ്ടാണ് അതിൻ്റെ സൗണ്ട് പുറത്ത് വരുന്നത്. ഇനി അടുത്ത അക്ഷരം ഹ. തൊണ്ടയുടെ താഴ്ഭാഗത്തു നിന്നാണ് ഹ എന്നുള്ള അക്ഷരം പുറപ്പെടുന്നത്. അപ്പം പലതരം ഹാല് വ്യത്യസ്ത തരം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട്, ഹ, ഹോ, ഹ. അപ്പോൾ ഇത് 3 മാറിപ്പോകരുത്. 3നും 3 മഖ്റജാണ്, 3നും 3 സ്വഭാവവുമാണ്. അപ്പോൾ നമ്മൾ സൗണ്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് ഓരോന്നിനും പ്രത്യേകമായി നമുക്ക് മനസ്സിലാകണം. ഓക്കെ, ഇനി അടുത്ത അക്ഷരം വാവ്. 2 ചുണ്ടുകളും ഉപയോഗിച്ചിട്ടാണ് വാവിനെ നമ്മൾ ഉച്ചരിക്കുന്നത്. വാവ് നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് നമ്മൾ പല്ലിനെ കൂട്ടാൻ പാടില്ല, പല്ലിനെ ചുണ്ടിൻ്റെ മുകളിൽ തട്ടിക്കാൻ പാടില്ല. ചുണ്ടുകളെ വൃത്താകൃതിയിലാക്കിയിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, വാവ് ഉച്ചരിക്കുന്നത്. അടുത്ത അക്ഷരം ഹംസയാണ്. ഹംസ തൊണ്ടയുടെ താഴ്ഭാഗത്തു നിന്നാണ്. എന്ന് പറഞ്ഞാൽ ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ അതേ മഖ്റജിൽ നിന്നാണ് ഹംസയും വരുന്നത്. ഹായും ഹംസയും ഒരേ മഖ്റജിൽ നിന്നാണ്, പക്ഷേ വ്യത്യസ്ത അക്ഷരങ്ങളാണ്. അത് കാരണം അതിൻ്റെ സ്വഭാവങ്ങൾ വ്യത്യസ്തമാണ്, അതുകൊണ്ടാണത് വ്യത്യസ്ത അക്ഷരങ്ങളാണ്, വ്യത്യസ്ത സൗണ്ടാണ് അതിന് പുറത്തു വരികയും ചെയ്യുക. ഇനി അടുത്ത അക്ഷരം യാണ്. യായുടെ മഖ്റജ് നാവിൻ്റെ മധ്യഭാഗത്തു നിന്നാണ്. നാവിൻ്റെ മധ്യഭാഗത്തു നിന്ന് വേറെ 2 അക്ഷരം കൂടെ വരുന്നുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഷീൻ ആൻഡ് ജീം. കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് പകർത്താനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് ഇലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക്.